നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ഉണ്ണി മുകുന്ദനെ, സിനിമാ നടൻ ഉണ്ണി മുകുന്ദനെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. അവിടെ BJP സർവേ നടത്തി. അപ്പോൾ സർവേ നടത്തിയപ്പം ഉണ്ണി മുകുന്ദന് ജയസാധ്യത ഉണ്ടായില്ല പാലക്കാട്, നല്ല ജയസാധ്യത. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദനെ പാലക്കാട് പരിഗണിക്കാൻ BJP തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ കുറേ പേരുകളൊക്കെ ഉണ്ടെങ്കിലും പ്രഥമ പരിഗണന ഉണ്ണി മുകുന്ദനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കൊരു വാർത്താ ക്ലിപ്പിലേക്ക് പോകാം. അപ്പോൾ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണി മുകുന്ദൻ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള പ്രമുഖർ പരിഗണനയിലാണ്. പാർട്ടിയുടെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി മുകുന്ദന് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തൊക്കെയാണ് മറ്റു പേരുകൾ എന്നുകൂടി നമുക്ക് പ്രിയയോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് പ്രിയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അന്തരീക്ഷത്തിൽ ഈ ഉണ്ണി മുകുന്ദന്റെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ ഗൗരവമായി തന്നെ BJP അത് പരിഗണിക്കുന്നുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? എന്തൊക്കെ പോസിറ്റീവ് ഫാക്ടേഴ്സാണ് ഉണ്ണി മുകുന്ദനെ BJP കാണുന്നത്? മറ്റു പേരുകൾ എന്തൊക്കെ? ശാലിനി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ഒരു ഏജൻസിയെ ഓരോ മണ്ഡലത്തിന്റെ സ്വഭാവം, വിജയസാധ്യത ഉള്ളത് ആർക്കൊക്കെ എന്ന് പഠിക്കാനായി നിയോഗിച്ചിരുന്നു. ആ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം പാലക്കാട് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് ഉണ്ണി മുകുന്ദനാണ് എന്നാണ്. അപ്പോൾ കേട്ടില്ലേ, അപ്പോൾ പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഉണ്ണി മുകുന്ദനാണ്. അപ്പം ഉണ്ണി മുകുന്ദൻ നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് എന്തായാലും ജയിക്കും എന്നുള്ളതാണ് BJPൻ്റെ വിലയിരുത്തൽ. നല്ല കാര്യമാണ്. ഉണ്ണി മുകുന്ദൻ കൂടി നിൽക്കട്ടെ. തോൽക്കാനുള്ളവരൊക്കെ തോറ്റു പോരണം. ഒറ്റപ്പം നമ്മളെ K. സുരേന്ദ്രൻ, BJPൻ്റെ മുൻ പ്രസിഡന്റ്, ഇനി ഏതെങ്കിലും നിയമസഭാ മണ്ഡലം തോൽക്കാത്തതുണ്ടോ തിരഞ്ഞെടുക്കുകയാണ്. സുരേന്ദ്രൻ തോൽക്കാത്ത ഏതെങ്കിലും മണ്ഡലം ഉണ്ടോ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെ പണി, അവിടെ നിൽക്കാൻ. അപ്പം ഉണ്ണി മുകുന്ദൻ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കി, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ ആർക്കും കോൺഗ്രസ്സുകാരനാ. അതിന് രമേശ് ചെന്നിത്തല, VD സതീശൻ്റെ ഒന്നും അനുമതി വേണ്ട. പക്ഷെ കോൺഗ്രസിൻ്റെ കമ്മിറ്റികളിലോ മെമ്പർഷിപ്പിലോ ഇല്ല, പ്രാഥമിക അംഗത്തിലോ അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല. എന്തുകൊണ്ട്? എന്തിന്? ഇവിടെ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും വേറെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, ഒളിഞ്ഞും മറിഞ്ഞൊക്കെ ഉണ്ട്. കുറേ നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്യണമുണ്ട്. ഇവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തിൽ നിൽക്കാൻ. ഈ വിഷയം നിസ്സാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടിയായിട്ട് അതിജീവിതയായിട്ട് ചാറ്റ് ചെയ്യണതും സംസാരിക്കുന്നതും രാഹുൽ പറയുന്നതും അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നതും ഗർഭം കലക്കാൻ പറയുന്നതൊക്കെ എല്ലാവരും കേട്ട കാര്യമാണ്. ഇതൊന്നും രാഹുൽ നിഷേധിച്ചിട്ടുമില്ല. ഒന്നുകൂടി രാഹുൽ പറയണത് അത് എൻ്റെ സൗണ്ടല്ല, എൻ്റെ സൗണ്ടല്ല എന്ന് പറയണം പറഞ്ഞിട്ടില്ല. അത് ഞാനല്ല എന്ന് പറയണം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ രാഹുൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ രണ്ടാൾ സൗഹൃദത്തിലാകുകയാണ്. ആ സൗഹൃദത്തിലായപ്പോൾ ഒരാൾക്ക് ആ ആൾ വിചാരിച്ച മാതിരി ഈ ബന്ധം മുന്നോട്ടേക്ക് പോയില്ല എന്ന് കണ്ടപ്പം സബൂറായി പുറത്ത് പറയാതെ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലക്കാർ പോയി കഴിഞ്ഞാൽ എത്ര നടിമാരുണ്ടാവും ഒന്നും പുറത്ത് പറയാതെ എപ്പോഴും അഭിനയിക്കാൻ പോണ്. സംവിധായകനായാലും നിർമ്മാതാവിനായാലും പ്രൊഡ്യൂസർ കൺട്രോൾക്കായാലും നടന്മാർക്കായാലും ഒക്കെ വായ വിരിച്ച് വായ മൂടിക്കെട്ടി വീണ്ടും അഭിനയിക്കാൻ, സെലിബ്രിറ്റി ആകാൻ വേണ്ടി, സെലിബ്രിറ്റി എന്ന പേര് നിലനിർത്താൻ വേണ്ടി പോണ എത്ര ഉണ്ട് എന്നല്ല, ഒരു ഏകദേശം ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എത്ര ഉണ്ട്? അപ്പോൾ എന്നതുപോലെ ഇത്തരം പരസ്പര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന CPM-ൽ എത്ര ഉണ്ടാവും, CPI-യിൽ എത്ര ഉണ്ടാവും, കോൺഗ്രസ്സിൽ എത്ര ഉണ്ടാവും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലായാലും മറ്റ് മേഖലകളിലായാലും ഒക്കെ എത്ര ഉണ്ടാവും? അപ്പോൾ എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞ് ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് അതില്ലാത്തവർ, അതൊക്കെ ഓരോരുത്തരുടെ പെരിയിലും ഓഫീസിലും CCTV ആണ് വെച്ചാൽ മിക്ക പാർട്ടിൻ്റെ യോഗം സെൻട്രൽ ജയിലിൽ നിന്ന് കൂടേണ്ടി വരും. മന്ത്രിമാരുടെ യോഗം വരെ ജയിലിലുള്ളന്ന് കൂടേണ്ടി വരില്ലേ? എല്ലാവരും ഓഫീസിലും വീട്ടിലൊക്കെ CCTV വെച്ചാൽ. അപ്പം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് അവരുടെ താല്പര്യപ്രകാരമായിട്ടില്ലെങ്കിലാണ് പരാതി ഏറ്റുവരുന്നത്. എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഫസ്റ്റിലെ ദിവസം തന്നെ
പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ തന്നെ പോലീസിൽ പറയാലോ, അല്ലെങ്കിൽ പീഡിപ്പിച്ച അന്ന് ഗർഭം ഉണ്ടാകാൻ നിൽക്കണ്ട, മരുന്ന് കൊടുക്കാൻ നിൽക്കണ്ട, ഗുളിക കൊടുക്കാൻ നിൽക്കണ്ട, നശിപ്പിക്കാൻ നിൽക്കണ്ട, പ്രലോഭിക്കാൻ നിൽക്കുക, ഒന്നും വേണ്ട. അപ്പം തന്നെ പോലീസിൽ പരാതി കൊടുക്കാനോ? എന്തേ കൊടുക്കാൻ? എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി എത്ര പരാതിക്കാരുണ്ടായിക്കോട്ടെ, ഇവർക്കൊക്കെ അന്ന് തന്നെ പോലീസ് പരാതി കൊടുക്കാനോ? ഇയാൾ പീഡിപ്പിച്ചിട്ട് ഇതാ തെളിവ് അന്ന് തന്നെ ഒരു കേസ് വരില്ലേ? ഇത് നിയമസഭയ്ക്കൊക്കെ മത്സരിച്ച് MLA ആയി തിളങ്ങി നല്ല സജീവമായി രംഗത്ത് പ്രവർത്തിച്ചു കൊടുക്കുന്ന സമയത്ത് CPM ഒരു പെൺവിഷയം കിട്ടണം, അതിൻ്റെ പിന്നിൽ കൂടി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഞാനൊന്നും കാണുന്നില്ല. കാരണം ഇത് കോടതി ചെല്ലുമ്പോൾ കോടതിയിൽ നിന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ പരാതി കൊടുത്തില്ല? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കും. നിങ്ങളെ ബലാത്സംഗം ചെയ്തതാണോ? ബലാത്സംഗം ചെയ്തപ്പോൾ നിങ്ങൾ ഒച്ച വെച്ചില്ലേ? ആരും അറിഞ്ഞില്ലേ? തൊട്ട അയലക്കത്തൊന്നും ആരും ഇല്ലേനോ? നമ്മളെ നാട്ടിലൊരു ബലാത്സംഗം നടന്നിരുന്നു റൂമിൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൽ നിന്ന്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങിൽ ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്തു പറഞ്ഞ് പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ട് കേസായി. കേസായപ്പോൾ എന്താ വെച്ചാൽ ഈ ചങ്ങായി ഓളും ഒരു അച്ചാറ്റിയാണ്, ഒന്നൊരു മുസ്ലിമാണ്. ഇവർ ഞാൻ എന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാ. സംഗതിയിൽ ഇപ്പം വെറും പ്രേമിക്കാൻ നടക്കുന്ന ആളാണ്. അങ്ങനെ ഓൻ കൊണ്ടുപോയി റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേസ്. കോടതിയിലെത്തിയപ്പം കോടതിയിൽ നിന്ന് വക്കീൽ ചോദിക്കുകയാണ്, നിങ്ങളെ ഇയാൾ വണ്ടി കയറ്റി കൊണ്ടുപോയതാണോ? അതെ, ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തട്ടിക്കൊണ്ടുപോയതാണ്. എന്നിട്ട് ബലം പ്രയോഗിച്ചാണ് എന്നെ റൂമിലേക്ക് കയറ്റിയത്. അങ്ങനെ പോലീസ് അന്വേഷിച്ച സ്ഥലത്തൊക്കെ എത്തി. ഈ റൂമിൻ്റെ മുകൾക്ക് കയറാൻ 2 കോണികളുണ്ട്. ആ 2 കോണിൻ്റെ അവിടെ നിറച്ച് വീടിയാണ്, കടകളാണ്, എപ്പോഴും ആളുകളുമാണ്. അപ്പോൾ ബലം പ്രയോഗിച്ച് കൊണ്ടുപോല് നടക്കൂല. പിന്നെ അവിടുന്ന് ഒച്ച ഉണ്ടാക്കിയ എല്ലാവരും അറിയും ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചതോടുകൂടി പരാതിക്കാരിക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞ മാതിരി പല ജാതി ചോദ്യങ്ങളും വരും. അപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വന്നോട്ടെ, എന്നിട്ട് ഉത്തരം കൊടുത്തോട്ടെ, എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് അറിഞ്ഞോട്ടെ. അപ്പം നമ്മൾ തള്ളിക്കളയും. അതായത് ബലം പ്രയോഗിച്ചതാണ്, ബലാത്സംഗം ചെയ്തതാണ്, മരുന്ന് നിർബന്ധിച്ച് കുടിപ്പിച്ചാണ്, ഭയപ്പെടുത്തി കുടിപ്പിച്ച, അതൊക്കെ ഉള്ളത് തെളിഞ്ഞു വന്നാൽ നമ്മളും രാഹുലിനെ തള്ളിക്കളയും. അതുവരെ CPM മുകേഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നെയാണ് നമുക്ക് രാഹുലിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ തയഞ്ഞി കാണുന്നിടത്തു നിന്ന് മുഖമൊക്കെ മറച്ചാൽ പോകാൻ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ കുഷ്ഠരോഗി എത്തിയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നല്ല, അണികളും മറ്റു കൂടെയുള്ള പ്രവർത്തകരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് നിരന്തരം കണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്, എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ രാഹുലിൻ്റെ അടുത്തുണ്ട്. പാലക്കാട് മത്സരിക്കണം എന്നാണ് പറയുന്നത്, സ്വതന്ത്രനായിട്ട് മത്സരിക്കണം എന്നാണ് പറയുന്നത്. കാരണം പാലക്കാട് സീറ്റ് കിട്ടണമെങ്കിൽ അവിടെ രാഹുൽ തന്നെ മത്സരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഷാഫി മത്സരിക്കണം. ഷാഫിക്ക് ഇപ്പം ഒറ്റടിക്കാ വടകര വിട്ടു പോരാൻ പറ്റില്ലല്ലോ. വടകര ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വിജയിപ്പിച്ചാണല്ലോ. അപ്പോൾ അത് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ രാഹുൽ നിന്നെങ്കിൽ തന്നെയാണ് BJP അവിടെ തറ പറ്റിക്കാൻ കഴിയുള്ളൂ. BJPനെയാണ് തറ പറ്റിക്കേണ്ടത്, CPMനല്ല. CPMലുണ്ടായിരുന്നുള്ള ഒരു ഡോക്ടർ, തരികെട്ട ഡോക്ടർ സരീന് പിയാഗിരി എണ്ണിയാൽ ഞാൻ മുന്നിക്കാട് കയറും പറഞ്ഞേ. പിയാഗിരി എണ്ണോടി ഞാൻ മുന്നിക്കാട് കയറും. പിന്നെ മുന്നേറ്റ ഇക്കാരം എന്നൊക്കെ പറഞ്ഞല്ലോ. മൂപ്പര് ഇനി പാലക്കാട്ടേക്കില്ല, മൂപ്പര് ഒറ്റപ്പാലത്തേക്കാണല്ലോ. നേരത്തെ കോൺഗ്രസ് സീറ്റ് കൊടുത്ത ഒറ്റപ്പാലത്തേക്കാണല്ലോ മൂപ്പര് പോണത്, പാലക്കാട് ഇനി മത്സരിക്കാനല്ല. അപ്പം പാലക്കാട് മത്സരം BJP യിട്ടാണ്. ആ BJP യിലുള്ള മത്സരത്തിൽ ജയിക്കണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം തന്നെ വേണം. കോൺഗ്രസ്സുകാരെ വാശിയും വിരോധമൊക്കെ ഇട്ട് തിരിച്ചറിഞ്ഞോളി. VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും രാഹുലിനെ എതിർക്കുന്ന മറ്റ് നേതാക്കളായാലും അവരോടൊക്കെ പറയാനുള്ളത് വാശിയും വൈരാഗ്യവും ഗ്രൂപ്പും വിട്ടിട്ട് തിരിച്ചറിഞ്ഞോളി. ഏറ്റവും ചുരുങ്ങിയത് സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ്സാണ് പിന്തുണ കൊടുത്താൽ മതി. കോൺഗ്രസ് പിന്തുണ കൊടുത്താൽ മതി, കോൺഗ്രസ് എടുക്കണ്ട. കേസും കാര്യങ്ങളൊക്കെ വന്ന് വിധിയൊക്കെ വന്നതിന് ശേഷം തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ കൈ പൊള്ളാൻ നിൽക്കണ്ട, ഉള്ള സീറ്റ് വിട്ട് കളിക്കാൻ നിൽക്കണ്ട. കോൺഗ്രസിനോടാണ് പറയുന്നത്, സീറ്റ് വിട്ട് കളിക്കാൻ നിൽക്കണ്ട, തകർക്കാൻ നിൽക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിനെയും
CPM സ്ഥാനാർത്ഥിനും BJP സ്ഥാനാർത്ഥിനൊക്കെ നിർത്തുമ്പോൾ ഒരു പക്ഷേ BJP അവിടെ ജയിച്ചു കയറും. ഇത് കോൺഗ്രസ് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസിന് നന്ന്.